മേശയ്ക്ക് തമ്മിലൊന്ന് ഹഗ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പോലും എനിക്ക് വളരെ വിഷമം തോന്നി. ഇത്രയും സമയമൊക്കെ ഈ ഒരു സില്ലി മാറ്ററുമായിട്ട് ഇവിടെ വന്നിരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ശരിക്കും പറഞ്ഞാൽ അവരുടെ സമയം, എന്റെ സമയത്തിനല്ല. അവർ യൂണിഫോം ഇട്ടിരിക്കുന്ന ഈ നാട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ അവർ തീർപ്പ് കൽപ്പിക്കേണ്ട വിലപ്പെട്ട സമയമാണ് ഇതിനൊക്കെ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ചേച്ചിക്ക് ഇന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ കഥ അങ്ങ് പറയാറുന്നില്ലേ? അല്ലെങ്കിൽ ഹൻസിബയെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഒരു കഥ അങ്ങ് പറയായിരുന്നില്ലേ? ഇനി പ്രശ്നങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവൂലല്ലോ. ചേച്ചിക്ക് കെട്ടിപ്പിടിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ എന്തിനാ ചേച്ചി പോയി പോലീസുകാരുടെ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പരാതി കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ അച്ഛൻ മരണപ്പെട്ടു പോയൊരു പാവപ്പെട്ട പെൺകുട്ടി, ജീവിക്കാൻ അത്ര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവരെ ഇങ്ങനെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ നിർത്തേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നു എന്റെ പൊന്നു ചാച്ചി? ചാച്ചി അല്ലെങ്കിൽ വിശാല മനസ്കതയുള്ള ഒരാളാണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ചാച്ചിയുടെ വിചാരം ചാച്ചി എന്തോ വലിയ സംഭവമാണെന്നുള്ളതാ. എന്തായാലും കെട്ടിപ്പിടിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ ചേച്ചി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ആ പെൺകുട്ടിയെ കയറ്റി ഇറക്കിയില്ലേ. എന്തായാലും ബാക്കി കാണാം ചേച്ചിയുടെ ഒരു കാര്യം. ഇതിൽ വലിയൊരു കോമഡി ഉണ്ട് കേട്ടോ, അത് വഴിയെ കാണിച്ചു തരാം. ദൃശ്യം പോലെയൊക്കെയാണെങ്കിൽ ദൃശ്യത്തിൽ പറയുന്നുണ്ട് ഓഗസ്റ്റ് 1-ാം തീയതി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അന്ന് പാറപ്പള്ളിയിൽ പെരുന്നാളിന് പോയത് എന്ന് പറയുന്ന പോലെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതായത് ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, അതിന്റെ ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഹോട്ടലിൽ ഒരു പരിചയം ഉണ്ടാക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ അതൊന്നും നടക്കില്ല. ജീവിതത്തിൽ വെച്ചാൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിഷമം വരുന്നത് അവരുടെയൊക്കെ വിലയേറിയ സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് കളയുന്നതിലാണ് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ആണെങ്കിലും DGP ആണെങ്കിലും അവരുടെയൊക്കെ വിലപ്പെട്ട സമയമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. ചേച്ചി പരാതി കൊടുക്കുമ്പോ ആ വിലപ്പെട്ട സമയത്തെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ എന്റെ പൊന്നു ചാച്ചി. പിന്നെ ദൃശ്യം മോഡല് എന്താണ് തെളിവുണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു. ആരാണ് ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കിയത്? ആരാണ് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു വലിയ സംഭവമാണെന്ന് പറഞ്ഞത്? ഹൻസിബ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് അയച്ചെന്നാ പറയുന്നത്? ഹൻസിബ നിങ്ങൾക്ക് അയച്ച മെസ്സേജ് കണ്ട ഭർത്താവ്, ഒരു ലോക്ക് പോലും ഇല്ലാത്ത മൊബൈൽ ഫോൺ, ഭർത്താവ് എടുത്തിട്ട് ഏതോ ഒരു പെൺകുട്ടി അയച്ച ഒരു മെസ്സേജ് എന്നെ കേറി നോക്കി വാട്സപ്പിൽ, അത്ര സുതാര്യമായിരിക്കുന്നു എന്നുള്ളതാ. എന്നിട്ട് എന്തോ കണ്ടു എന്നുള്ളത്, അത് കണ്ടതുകൊണ്ട് ബന്ധം പോലും വേറിട്ട് പോകേണ്ട അവസ്ഥ വന്നു എന്നുള്ളത്. എന്റെ പൊന്നു ചാച്ചി, ഇമാതിരി ഡ്രാമ ഒന്നും നമ്മളടുത്ത് ഇറക്കല്ല ചേച്ചി. പിന്നെ ചേച്ചി തന്നെയാണ് പറഞ്ഞത് അവിടെ ബാത്റൂം ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും ക്യാമറ ഉണ്ട്. ഇവിടെ അമ്മയില്ലേ, നിങ്ങളെ അമ്മ ഏജൻസിയിൽ അവിടുത്തെ CCTV ക്യാമറ എന്നുള്ള കുറെ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ചേച്ചിയാണ് ആദ്യമായിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ബാക്കി പക്ഷേ സത്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം എന്താ പറയാ, നമുക്ക് അതിനകത്ത് യാതൊരു എന്താ പറയാ ഒരു സങ്കടപ്പെടേണ്ട കാര്യങ്ങളില്ല. അതായത് നമുക്ക് നീതി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ചേച്ചി കുറച്ച് ഓവർ കോൺഫിഡന്റ് ആണ് കേട്ടോ. ചേച്ചി മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കണം നിങ്ങൾ എന്നുള്ളത്. ഈ പറയുന്ന മത തീവ്രവാദമോ ജിഹാദിയോ മതം മാറ്റമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കലകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മൾക്ക് എന്താണ് ജാതിയും മതവും പറയുമ്പോൾ എന്റെ എഴുത്തുകളിലൊക്കെ രാഷ്ട്രീയം പറയുമ്പോൾ ഇവിടെ മതം നോക്കിയിട്ട് തന്നെയാണ് രാഷ്ട്രീയം നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. എന്നല്ലാതെ നമ്മളാരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെയും യാതൊരു വിവേചനവും കാണിക്കാത്ത ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ വിവേചനം കാണിക്കാത്ത ആള് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. ജനങ്ങളോടൊന്നും കാണിക്കുന്നില്ല എന്നാ പറയുന്നത്. മുസ്ലിങ്ങളെ പന്നിയോട് ഉപമിച്ചുകൊണ്ട് ഇവര് കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നിരന്തരമായിട്ട് ഇസ്ലാം മതത്തെ അവഹേളിക്കുന്ന പല പോസ്റ്റുകളുണ്ട്. ഖുർആൻ ഒന്ന് പഠിക്കണത്രേ, പഠിച്ചതിന് ശേഷം വേണത്ര അതിനെ പൊളിച്ചടക്കാൻ. എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു എന്നറിയോ? നിങ്ങളൊക്കെ സംഖ്യകളാണ് ചേച്ചി, നിങ്ങളൊക്കെ സംഖ്യകളാ. നിങ്ങൾക്ക് വകതിരിവേ ഇല്ലാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഹൻസിബയുടെ പരാതി ജെനുവിനാണെന്ന് ഞങ്ങൾക്ക് തോന്നാനുള്ള കാരണം തന്നെ എന്താന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ പോസ്റ്റുകളിൽ അത് ഇടുന്നുണ്ടെന്നുള്ളത്, മനസ്സിനുള്ളിലുള്ളതാണ് എഴുത്തിലൂടെ വരുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് ഈ അമ്മ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ഓഫീസിനകത്ത് എല്ലാ ഇടങ്ങളിലും ക്യാമറയുണ്ട്. ഈ ക്യാമറയിൽ നിന്നും ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നടോ. എങ്ങനെയാ അത് വരുന്നത്? ആദ്യമായി ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് തന്നെ ലക്ഷ്മി ചേച്ചിയാണ് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കേട്ടോ. അമ്മയിലെ ആഭ്യന്തര തർക്കത്തിൽ ഓഫീസ് മാനേജർ അതുലിയുടെ ആരോപണങ്ങൾ തള്ളി സെക്യൂരിറ്റി ജീവനക്കാരൻ. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെയും ട്രഷറർ ഉണ്ണി ശിവപാലിനെയും കുടുക്കാനുള്ള നീക്കമാണെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദിന്റെ ആരോപണം. അമ്മ ഓഫീസിലെ CCTV ഓഡിയോ സംഭാഷണം റിപ്പോർട്ടും ലഭിച്ചു, കേൾക്കാം. എപ്പടി ഇருக்கு? ആദ്യം അതുല്യയുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിക്കാരന്റെ സൗണ്ട് നമ്മൾ കേട്ടതാ, അത് ഫോൺ കോൾ ആയിരുന്നു. ഇതങ്ങനെയല്ല, അമ്മ ഏജൻസിയുടെ ക്യാമറയിലുള്ള ആ ഒരു ഓഡിയാണ് ഇപ്പൊ പുറത്തുവിട്ടുള്ളത്. ആരാ പുറത്തുവിട്ടുള്ളത്? ആരായിരിക്കും? കുക്കു ആവാനൊരു സാധ്യത കാണുന്നുണ്ട്, ലക്ഷ്മി ചേച്ചി ആവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്.
അതുല്യ എന്ന ഓഫീസ് സ്റ്റാഫിനെ ചേർത്ത് വെച്ചുകൊണ്ട് അവിഹിത കഥകൾ ഉണ്ടാക്കിയ ഒരു ടീം. അന്ന് മുഹമ്മദ് പറഞ്ഞു അത് കുക്കു ആണ് ഉണ്ടാക്കിയതെന്ന്. കുക്ക് എടുത്തു വന്നപ്പോ കാലുമുട്ട് അങ്ങ് കൂട്ടിയിടിച്ചു. അവൻ പറയാ അത് വേറെ ടീം പറഞ്ഞിട്ട് ചെയ്തതാന്നുള്ളത്. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോമഡി എന്താന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അമ്മ ഏജൻസിയുടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടല്ലോ, അദ്ദേഹം അവിടുത്തെ സെക്രട്ടറിയേക്കാളും മുകളിലാണ് എന്നുള്ളതാണ്. അവിടുത്തെ എല്ലാത്തിനേക്കാളും, എന്തിനു പറഞ്ഞ് ടിനി ടോമിനേക്കാളും മുകളിലാണ് ആര് നിൽക്കുന്നത്? അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ. എന്റെ പൊന്നു മാമാ ഏജൻസിക്കാരെ, നിങ്ങൾ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക കേട്ടോ. എന്തായാലും അൻസിബ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കൊടുത്ത കേസ് ഞങ്ങൾക്കത് ജെനുവിനായിട്ട് തന്നെയാണ് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങൾ തെളിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പുറത്തു വിട്, അത് വേറെ കിടക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എന്നല്ല, തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടെ എന്താ പറയാ, ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ അൻസിബ വിവരാവകാശം വഴി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അൻസിബ ഇത്തരം ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. അപ്പൊ CCTV ഇല്ലെങ്കിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് വിത്ത് ടൈം പ്രൂഫ്. അത് അൻസിബ മനസ്സിലാക്കിയിരുന്നില്ല. ഓഹോ, വിവരാവകാശ പ്രകാരം അവിടെയും ജനുവിനാ. വിവരാവകാശ പ്രകാരം ഇവിടെ CCTV ക്യാമറ ഫൂട്ടേജുകൾ കിട്ടാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു എന്നുള്ളത്. ഏത് പോലീസ് സ്റ്റേഷനിലാണ് CCTV ക്യാമറ ഫൂട്ടേജ് ഇല്ലാത്തത്? ഇവിടെ നിയമപരമായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറ ഫിറ്റ് ചെയ്യണമെന്ന് നിയമം ഉണ്ടല്ലോ. ഏത് പോലീസ് സ്റ്റേഷനിലാ? എന്തായാലും കൊള്ളാം കേട്ടോ. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തില്ല? CCTV ക്യാമറ ഇല്ല കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ആണ്. അവിടുത്തെ വനിതാ SIക്കെതിരെയാണ് ഒരു കേസ് കൊടുത്തിട്ടുള്ളത് അല്ലെ, അതാണ് ഒന്നാമത്തത്. കൊള്ളാം, ബാക്കി പറയൂ ചേച്ചിയെ. മാഡം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അതിനുള്ളിൽ ദൃശ്യങ്ങൾ? മുഴുവൻ കാര്യങ്ങളും, അതായത് 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡുമാണ് ഞങ്ങൾ ടോട്ടൽ SI മാഡത്തിന്റെ ക്യാബിനിൽ സ്പെൻഡ് ചെയ്തത്. അത് മുഴുവനും ഏത് തരത്തിലുള്ള എവിഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനും ACP മനോജ് സാറിന് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് പക്ക പെർഫെക്റ്റ് ആണ്. അതായത് തെളിവുകളൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ടെന്ന് അഭിമാനത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. ചേച്ചിയെ ചെറിയൊരു കുഴപ്പമുണ്ട് ഇതില്. എന്താണെന്നറിയോ? പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ DYSP ഓഫീസിലൊക്കെ പോയിട്ട് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാം. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങൾ എടുത്തതെങ്കിൽ അതിന് കുറച്ച് നിയമ തടസ്സങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് അവിടുത്തെ പോലീസ് SI ഉണ്ടല്ലോ, ആരാണോ ഇൻചാർജ്, അവർക്കും ഒരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് വായിക്കാം. ഭരണഘടനാപരമായ അവകാശം ആർട്ടിക്കിൾ 21. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി പ്രകാരം സ്വകാര്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 21ന്റെ ഭാഗമാണ്. അതിനാൽ ഒരു പൊതുസ്ഥലത്തോ സർക്കാർ ഓഫീസിലോ വെച്ചാണെങ്കിൽ പോലും ഒരാളുടെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും ബാധിക്കുന്ന രീതിയിൽ അനുവാദമില്ലാതെ വീഡിയോ എടുക്കുന്നത് ഈ മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അത് പോലീസുകാർക്ക് എന്നല്ലേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതൊന്ന് വായിക്കട്ടെ കേട്ടോ. ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശപ്രകാരം ലൈംഗിക അതിക്രമങ്ങളോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് കേസുകളോ കൈകാര്യം ചെയ്യുമ്പോൾ ഇരകളുടെയും സാക്ഷികളുടെയും മൊഴികളും ദൃശ്യങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിക്കണം. ഇത് മറ്റൊരാൾക്ക് പകർത്താൻ അവസരമൊരുക്കുന്നത് വഴി പോലീസ് ഉദ്യോഗസ്ഥർ നിയമപരമായ വലിയൊരു സുരക്ഷാ വീഴ്ചക്കാണ് കൂട്ടുനിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിന് ഇതൊരു ലൈംഗികപരമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നുള്ളത്. പക്ഷെ സ്വന്തം ലൈഫ് പോലും കോഞ്ഞാട്ടാവുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അയച്ചു എന്നാണല്ലോ ഈ ലക്ഷ്മി ചാച്ചി പറയുന്നത്. അപ്പൊ അവിടെ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ CCTV ക്യാമറ ഇല്ല കേട്ടോ അവിടെ. വീഡിയോ എടുത്താനുള്ള പ്രശ്നങ്ങളാണ്, കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇനി ആ മേഡത്തിന് കിട്ടാൻ പോണ പണിന്നല്ലേ കാണാം. ഇതിനെതിരെ ഇരയാക്കപ്പെട്ട വ്യക്തി സിറ്റി പോലീസ് കമ്മീഷണർക്കോ DGPക്കോ അല്ലെങ്കിൽ കോടതിക്കോ പരാതി നൽകിയാൽ പോലീസുകാർക്കെതിരെ താഴെ പറയുന്ന നടപടികൾ ഉണ്ടാവും. അടിയന്തര സസ്പെൻഷൻ. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച ബോധ്യപ്പെട്ടാൽ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. വകുപ്പ് തല അന്വേഷണം. ഇതിനുശേഷം ആഭ്യന്തരമായി നടത്തുന്ന കൃത്യമായ അന്വേഷണത്തിൽ പോലീസുകാരുടെ ഭാഗത്ത് ബോധപൂർവമായ വീഴ്ചയോ പരാതിക്കാരിയുമായി ഒത്തുകളിയോ ഉണ്ടെന്ന് തെളിഞ്ഞാൽ അത് വലിയ കുറ്റകരമായിട്ടുള്ള ഒരു കുറ്റമായി കണക്കാക്കും. കൊള്ളാം. ഇനി അടുത്തതാണ് ഏറ്റവും കോമഡി, പിരിച്ചുവിടൽ. സമാനമായ കേസുകളിൽ മുൻപ് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനും
പോലീസ് സേനയ്ക്കും വലിയ അപകീർത്തി ഉണ്ടാക്കിയ സംഭവം എന്ന നിലയിൽ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ നിയമപരമായി സാധിക്കും. അൻസിബ ഒരു വനിതാ പോലീസ് ഓഫീസർ വിളിച്ചിട്ടാണ് ചേർന്നിട്ടുള്ളത്. അവിടെ വെച്ച് ഇവരുടെ ചോദ്യം ചെയ്യുന്നുണ്ട്. പരാതിക്കാരി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ CCTV ക്യാമറ ഇല്ല. അപ്പൊ ചാച്ചി അങ്ങ് സഹായിച്ച ഒരു വീഡിയോ എടുത്തിട്ട് കൊള്ളാം ചേച്ചി കൊള്ളാം. അപ്പൊ അതിന്റെ നിയമപരമായ തടസ്സങ്ങളാണ് ഈ കാണുന്നത്. ഇനി ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ഒരു മൗനാനുവാദം കൊടുക്കുകയാണ് എങ്കിൽ, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ SIക്ക് അവരുടെ ജോലി വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി എന്താ ചേച്ചിയുടെ ഒരു ഡയലോഗ് അടിയല്ലേ. അൻസിബക്ക് തെളിവൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ദൃശ്യം സിനിമ പോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ചാച്ചിയാണ് ഇതിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ എടുത്താലും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഹൻസിബ ഇനിയൊരു കേസ് പോയാൽ കുടുങ്ങും. 1 കോടിയാണ് മാനനഷ്ടത്തിന് കൊടുത്തിട്ടുള്ളത് അല്ലെ കേസ്. അടുത്തതിന് മുകളിൽ പോകുന്നുള്ളതാണ്. കൊള്ളം കൊള്ളം കൊള്ളം. അൻസിബ കുറെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് പോലും. അപ്പം ഒരു ക്രൈം നടക്കുമ്പോൾ തെളിവുകൾ അവിടെ ഉണ്ടാകുന്നതാണ്, തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇന്നലെയൊക്കെ ഇന്നലത്തെ അൻസിബയുടെ വാദം വരെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടു, എന്താ പറയാ, വളരെ ഒരു പോരാളിയുടെ മുഖത്തോടു കൂടിയൊക്കെ അൻസിബ സ്റ്റേഷനിൽ നിന്ന് വന്ന് സംസാരിച്ച സംസാരം വരെ വളരെ പക്കയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെ കുറിച്ച് പൂർണ്ണമായിട്ടും കേരള സമൂഹം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് സഹതാപം മാത്രമാണ് എനിക്കിപ്പോൾ ആ കുട്ടിയോടുള്ളത്. ഒരു കാരണവശാലും ഇത്രയൊക്കെ ചെയ്തെങ്കിൽ പോലും എനിക്ക് ആ കുഞ്ഞിനോട് യാതൊരു വിധത്തിലുള്ള വിരോധവും ഇല്ല എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നുള്ളൂ ഞങ്ങൾ ഗാന്ധിജീനെ, വേറൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ലൈഫിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടാമത് അച്ഛനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ മകളെ പോലെ എന്റെ വീട്ടിൽ ഇടക്കിടക്ക് വരും. പക്ഷെ ചെറുതായിട്ടൊരു പണി കൊടുത്തു. ഒരു 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചിത്രീകരിച്ചിട്ട് അത് പോലീസുകാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അൻസിബ ഇവിടെ നേരെ DGPക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ SIക്ക് അടക്കം പണി കിട്ടും. കാരണം ഇങ്ങനെ ഒരു തെളിവുണ്ടാക്കാൻ ഒരു പരാതിക്കാരിയെ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഒരു പോലീസുകാർക്ക് വീഡിയോ എടുക്കണമെങ്കിൽ പോലും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരെ വിളിപ്പിക്കുന്നു, അവർ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. ഒരു CCTV ക്യാമറ പോലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരി വരുന്നത്. അതും വനിതാ പോലീസ് സ്റ്റേഷനാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ലൊരു മാതൃകാപരമായ കാര്യം തന്നെയാണ്. അപ്പൊ ലക്ഷ്മിപ്രിയ കാരണം വീണ്ടും ആ പോലീസുകാരിക്ക് എന്നെ പണി കിട്ടുന്നു എന്നുള്ളതാണ്. കൊള്ളാം. ഇനി മറ്റൊരു വെളുപ്പിക്കലും കൂടി നിങ്ങൾ കാണണം. അൻസിബ നടത്തിയ ആരോപണങ്ങളിൽ ഏറ്റവും വലിയ ആരോപണങ്ങൾ വന്ന ഒരാൾ ടിനി ടോമാണ്. കാരണം അൻസിബ മതതീവ്രവാദിയാണെന്ന് വരെ ടിനി ടോം പറഞ്ഞു എന്നും അതിന് തെളിവുണ്ടെന്നും പറയുന്നുണ്ട്. എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടിനിച്ചേട്ടൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാത്രമല്ല, ഇതൊക്കെ അമ്മയുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊന്നും അമ്മയുടെ പെർമിസസിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഏതോ സിനിമയുടെ സെറ്റിൽ എന്നോ നടന്ന കാര്യമാണ്. പിന്നെ അൻസിബയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് അയച്ച മെസ്സേജിലാണെങ്കിൽ പോലും ഒരു 3-ാം കക്ഷി ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാനായിട്ടില്ല. ഇതിപ്പം മീനാക്കുറുപ്പ് ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു ഇത്തരം എന്താ പറയാ ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത. നല്ലൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് നിരന്തരമായിട്ട് അറിയുന്ന ആളാണ് ആര്, ടിനി ടോം അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? പിന്നെ ചേച്ചി തന്നെ പറയുന്നുണ്ട് അയാൾ അങ്ങനെ പറയില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പറയുന്നത് എന്നോ കഴിഞ്ഞ കാര്യമാണ്, വേറെ ഏതൊരു സിനിമയുടെ ഷൂട്ടിൽ നടന്ന കാര്യമാണെന്നുള്ളത്. അപ്പൊ നടന്ന കാര്യമാണെന്ന് ചേച്ചിക്ക് അറിയുകയും ചെയ്യാം. കൊള്ളാം ചേച്ചി, കൊള്ളാം. എന്തായാലും ടിനി ടോം എങ്ങനെയുള്ള ആളാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പോ ഒരു വീഡിയോ കണ്ടിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ കമന്റുകളും അതേപോലെ തന്നെ പല പയ്യന്മാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനി ഇതൊക്കെ പറയുന്ന ചേച്ചി, നിങ്ങൾ വലിയൊരു പുള്ളിയാണ് കേട്ടോ. നിങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബിഗ് ബോസിലെ ആ ഒരു ഇതും ഒക്കെ നല്ല രസമാണ്. കാർക്കിച്ച് തുപ്പലും എന്തൊക്കെയാണ് ശാപങ്ങളും പൊന്നു എല്ലാം കണ്ടതാണ് ചേച്ചി. ഞങ്ങൾ എല്ലാം കണ്ടതാ. ദയവ് ചെയ്ത് ഈ ഒരു സംഘടനയിൽ നിന്നും ഇവറ്റകളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ ആ സംഘടന നന്നാവും എന്നുള്ളതാ. സംഘടന നന്നാവുന്നതിന്റെ കൂട്ടത്തിൽ ആ പേരും കൂടി ഒന്ന് മാറ്റിക്കോളൂ. മാമ. എന്തായാലും AMMA അക്ഷരങ്ങളൊന്നും നിങ്ങൾ കളയണ്ട. മാമ എന്നിട്ടുണ്ടെങ്കിൽ MA പരിപാടി കഴിഞ്ഞില്ലേ? അതാണ് ഏറ്റവും നല്ലത്. പിന്നെ പല ആളുകളും പല പേരുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഞാൻ വീഡിയോയിലൂടെ പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം ചേച്ചി, കൊള്ളാം.
ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചിട്ട് അങ്ങ് കളിച്ചിട്ട് അവസാനം തെറ്റ് മൊത്തം ആരുടെ പേരിലാണ്? അവരുടെ പേരിൽ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ. അപ്പൊ വീണ്ടും വരാൻ കേട്ടാ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.